എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇതിൻ്റെ തുടക്കം പറയുവാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഒരു തുടക്കമാണ്. അപ്പം ഈ വീഡിയോ ഞാൻ ഓസം ഇൻഫോർടൈൻമെൻറ്റ് ചാനലിലാണ് ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. നല്ല ഒരു ഇൻഫർമേഷനും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ ഭഗവാൻ നിത്യാനന്ദയുടെ ആശ്രമം ഉള്ളത്. അവിടെ ഞാൻ പോയിരുന്നു. കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു വീഡിയോ ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ അവിടെ എത്തിപ്പെടണമെന്ന് വെച്ചാൽ, ഏത് ട്രെയിനും ബാംഗ്ലൂർ പോകുന്ന ഏത് ട്രെയിനിൽ കയറിയാലും കാസർഗോഡിന് മുമ്പലത്തെ സ്റ്റോപ്പാണ് ഈ കാഞ്ഞങ്ങാട്. ഒരു ചെറിയ സ്റ്റേഷനാണ്. അവിടെ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചാൽ മതി. ഓട്ടോ എടുത്ത് ഡ്രൈവർക്ക് ഭഗവാൻ നിത്യാനന്ദയുടെ ആശ്രമത്തിൽ പോകണം. അല്ലെങ്കിൽ അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ കോട്ട എന്നാണ് പറയുന്നത്. അപ്പം നിത്യാനന്ദയുടെ കോട്ടയ്ക്ക് പോകണം എന്ന് പറഞ്ഞാൽ മതി. ഒരു 15 മിനിറ്റിനകം നമുക്ക് അവിടെ പോയി എത്തിപ്പെടാം. അങ്ങനെയാണ് ഞാനും ഒരു ഓട്ടോയിലാണ് പോയത്. അവിടെ കയറിയപ്പം തന്നെ അന്തരീക്ഷം അത്രയ്ക്ക് കാമായിട്ടുണ്ടായിരുന്നു. വെളിയിൽ തന്നെ നല്ല കയറുന്നതിന് മുമ്പേ തന്നെ ഇടതുവശത്ത് നല്ല ഒരു കുളം, താമരപ്പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പം ഒരു ചെറിയ കുന്നിൻ്റെ മേളിൽ ഒരു മരം വളർന്നിരിക്കുന്നു. അത് കണ്ടപ്പോഴേ എനിക്ക് അതിശയമായിപ്പോയി. അതിൻ്റെ വേര് സകലതും വെളി കാണാം. അത് എങ്ങനെ ആ പാറയിൽ പറ്റിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ഇടനാഴി കൂടെ, എല്ലാം എൻട്രൻസിലാണ്, ഇടനാഴി കൂടെ ഇങ്ങനെ കയറുമ്പോഴത്തേക്ക് ഇടനാഴി കൂടെ ഇങ്ങനെ അകത്ത് പോയി വെളി വന്ന നല്ല വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ട്. അവിടെ നല്ല പച്ചിപ്പുള്ള പുല്ലുകളൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഇടനാഴിയുടെ അടുത്ത് തന്നെ ഒരു ഗുഹ. ആ ഗുഹയെ കൂടാണ് സ്വാമി നിത്യാനന്ദ ബോംബെക്ക് പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഗുഹ അടച്ചു വെച്ചിട്ടുണ്ട്. അത് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തും എന്നുള്ളതുകൊണ്ട് അത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഗുഹയുടെ എൻട്രൻസിലൊക്കെ നമ്മളിരുന്നു, കണ്ടു. പിന്നെ അകത്ത് കയറി. അകത്ത് കയറിയപ്പം ഒരു ഗുഹ, അതായത് വെളിയിൽ നിന്ന് കണ്ടാലേ അറിയാം ഒരു പാറയാണ്. ഒരു കല്ല് കൊണ്ടായ ഒരു പാറ. അതിനകത്ത് വെളിയിൽ കാണുമ്പോൾ ഇങ്ങനെ പടിപടിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പാറയ്ക്കകത്തൂടെ കയറി പോകുമ്പോഴാണ് ഈ ഗുഹകളുള്ളത്. അത് ഭഗവാൻ നിത്യാനന്ദ ആൾക്കാരെ വെച്ച് കുടഞ്ഞെടുത്തതാണ്. ഇവിടെ 44 ഗുഹകളുണ്ട്. നല്ല സിമെൻ്റൊക്കെ ഇട്ട് പൂശി വെച്ചിരിക്കുന്നു. ഓരോ ഗുഹയിലും ഒരാൾ ധാരാളം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ വേറൊരു ഭാഗത്താണ്, വേറൊരു തനി ഗുഹയിലാണ് ഭഗവാൻ നിത്യാനന്ദ ഇരുന്ന് തപസ്സിരുന്നത്, ധ്യാനം ചെയ്തത് എന്ന് പറഞ്ഞു. പക്ഷേ അത് നമുക്ക് കാണാൻ പറ്റില്ല, അത് അടച്ചിട്ടിരിക്കുമായിരുന്നു. അകത്ത് കയറി ഓഫീസുണ്ടായിരുന്നു. ഓഫീസിൽ അന്വേഷിച്ചു. എനിക്ക് ഭഗവാൻ നിത്യാനന്ദയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണം, കൂടുതൽ അറിയണം എന്നൊക്കെ ആയിരുന്നു. അപ്പം കാഞ്ഞങ്ങാട് ആശ്രമം വെച്ചെന്ന് പറയുമ്പം മലയാളിയാണോ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോസ് കണ്ടാലും അങ്ങനെ തന്നെയാണ്. നല്ല ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ള ഒരു ദേഹ രീതി കണ്ടപ്പം ഒരു മലയാളിയുടെ ഇത് തന്നെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അപ്പം ഓഫീസിൽ കയറി. ആദ്യം പോയത് ഓഫീസാണ്. ഓഫീസിൽ കുറച്ച് ബുക്സുകളുണ്ടായിരുന്നു. അതിൽ 2-3 പുസ്തകങ്ങൾ ഞാൻ വാങ്ങിച്ചു. ഇത് ഒരു ബുക്ക് ഇംഗ്ലീഷിൽ എഴുതിയത്. പിന്നെ ഇതും ഇംഗ്ലീഷിലാണ്, ജ്വൽസ് ഓഫ് സ്പിരിച്വൽ വിസ്ഡം. അതായത് ഭഗവാൻ നിത്യാനന്ദ സംസാരിക്കുമ്പോൾ കിട്ടിയ മുത്തുക്കൾ. പിന്നെ ഇത് തമിഴിലുണ്ടായിരുന്നു. ഈ ബുക്കിൽ
ഭഗവാൻ നിത്യാനന്ദ എവിടെയൊക്കെ പോയി, എന്തൊക്കെ മിറാക്കിൾസാണ് കാണിച്ചതെന്ന് നല്ല രീതിയിൽ, അതായത് ഞാൻ എത്രയ്ക്ക് ആഗ്രഹിച്ചോ ഭഗവാൻ നിത്യാനന്ദയെക്കുറിച്ച് എത്രയ്ക്ക് അറിയണമെന്ന് ആഗ്രഹിച്ചോ ആ ആഗ്രഹങ്ങളെല്ലാം നിറവേറുന്ന രീതിയിൽ ഇതിനകത്ത് കുറേ മിറാക്കിൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ ഒരു വീഡിയോ ആക്കി ഇടാം. ഈ ഗുഹയ്ക്കകത്ത് കയറുന്നതിന് മുമ്പേ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോസിൽ സുഷുമ്ന നാഡി, ഇടകല, പിംഗല, പിന്നെ ഈ ചക്രാസ്, അതിനെക്കുറിച്ചൊക്കെ പടം വരച്ച് വെച്ചിരിക്കുന്നു. ബ്രെയിനിൻ്റെ പടം, തലച്ചോറ്, മസ്തിഷ്കത്തിൻ്റെ പടം, അതിൻ്റെ പീനിയൽ ഗ്ലാൻഡ് വരെ അതിനകത്ത് വരച്ച് വെച്ചിരിക്കുന്നു. ഗുഹയ്ക്കകത്തും ഓരോ ഗുഹയ്ക്കകത്തും കയറുമ്പോഴും ഒരു ചക്രായൻ്റെ പേരിട്ടിട്ടുണ്ട്. അപ്പം ആ ഗുഹയ്ക്കകത്തിരുന്ന് ധ്യാനം ചെയ്താൽ ആ ചക്ര ആക്ടിവേറ്റ് ആകുമെന്നുള്ളതിൻ്റെ അർത്ഥമായിരിക്കാം. പക്ഷേ അതൊന്നും അവിടെ പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അകത്തിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ശാലിനിയും വന്നു. അപ്പോൾ ഞാൻ, പുഷ്പാമ്മ, ശാലിനി എല്ലാവരും ഓരോ ഗുഹയ്ക്കകത്ത് കയറി കുറച്ച് നേരം ഇരുന്നു. നല്ല തണുപ്പായിരുന്നു, നല്ല വെളിച്ചവും ഉണ്ടായിരുന്നു, നല്ല ഒരു രീതിയിലായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ വന്നപ്പോൾ അവിടെ വലിയൊരു കുളം ഉണ്ടായിരുന്നു. അതിനകത്ത് നിറയെ മീനുകളും ഒക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനിടയ്ക്ക് വേറൊരു നമ്മുടെ ചാനൽ കാണുന്ന ഒരു സഹോദരി വന്നു. വിശാലാക്ഷി എന്നാണ് പേര്. അവരിങ്ങനെ കാറ് നിർത്തിയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവരും കൂടെ നമ്മളുടെ കൂടെ ചേർന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അവിടെ തന്നെ ഒരു കുട്ടി സത്സംഗ് നടത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 14-ാം തീയതി മുഴുവനും നമ്മൾ അവിടെ ആയിരുന്നു. എല്ലാം ഇനി 2-3 വീഡിയോകളിൽ അതിനെക്കുറിച്ചും പറയാം വിചാരിക്കുന്നു. കേൾക്കും. നന്ദി, നമസ്കാരം.